ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ 3ാം ക്ലാസ്സിലെ പരിസര പഠന പാഠഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് പരിസര പഠന ഭാഗത്ത് നമ്മൾ പറയുന്നത് ഹൈജീൻ ഈസ് അവർ സ്ട്രെങ്ത്, വൃത്തി നമ്മുടെ ശക്തി എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ 4ാമത്തെ പ്രവർത്തനമാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ടീച്ചർ നമുക്ക് എടുത്തുക ഇവിടുന്ന് മലയാളത്തിൽ ആരോഗ്യ ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്നാണ്. നമുക്കോടൊന്ന് വായിച്ചു നോക്കാം അല്ലെ. ഇംഗ്ലീഷ് മലയാളമൊക്കെ വായിക്കട്ടോ. ആരോഗ്യ ക്ലബ്ബ്. നന്ദപുരം ഗവൺമെന്റ് LP സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് നടത്തിയ പ്രവർത്തനങ്ങൾ നോക്കൂ. എല്ലാ ആഴ്ചയിലും ഡ്രൈ ഡേ ആചരിക്കല്, ബോധവൽക്കരണ പോസ്റ്റർ നിർമ്മാണം, ഓരോ ക്ലാസ്സിലും ആരോഗ്യ ചാർട്ട്, വ്യായാമ പരിശീലനം, സ്കൂളിലും പരിസരങ്ങളിലും ചവറ്റുകുട്ടകൾ സ്ഥാപിക്കൽ, ശുചിത്വ സർവേ, ആരോഗ്യ പതിപ്പ് നിർമ്മാണം. നിങ്ങളുടെ വിദ്യാലയത്തിലുമില്ലേ ആരോഗ്യ ക്ലബ്ബ്? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്താറുള്ളത്? അപ്പോൾ നോക്കൂ, ഈ ഭാഗം വായിച്ചതിന് ശേഷം നമ്മുടെ സ്കൂൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത്. ഇത് മലയാളമാണ്, ഇതിന് ഇംഗ്ലീഷ്. ഹെൽത്ത് ക്ലബ്ബ്. ടേക്ക് എ ലുക്ക് അറ്റ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഹെൽത്ത് ക്ലബ് അറ്റ് ഗവൺമെന്റ് LP സ്കൂൾ നന്ദപുരം. അറിയാലോ, ഒബ്സർവിംഗ് ഡേ, ഡ്രൈ ഡേ എവറി വീക്ക്. ഒബ്സർവിംഗ് ഡ്രൈ ഡേ എവറി വീക്ക്, ഡ്രൈ ഡേ ആചരിക്കും. മേക്കിംഗ് അവയർനെസ് പോസ്റ്റേഴ്സ് ഉണ്ടാക്കും. ഹെൽത്ത് ചാർട്ട് ഇൻ ഈച്ച് ക്ലാസ്, ഓരോ ക്ലാസ്സിലും ഹെൽത്ത് ചാർട്ട് തൂക്കും. ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ്, അത് വ്യായാമ പരിശീലനം. ഓക്കെ. പ്ലേസിംഗ് വേസ്റ്റ് ബാസ്കറ്റ്സ് ഇൻ സ്കൂൾ ആൻഡ് പ്രിമൈസസ്, സ്കൂളും പരിസരത്തിലും എന്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കും. ഹൈജീൻ സർവേ. കമ്പലിംഗ് ഹെൽത്ത് മാഗസിൻ. ഡോണ്ട് യു ഹാവ് ഹെൽത്ത് ക്ലബ് ഇൻ യുവർ സ്കൂൾ ടു? നിങ്ങളുടെ സ്കൂളിലും ഹെൽത്ത് ക്ലബ് ഇല്ലേ? വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് യു കണ്ടക്ട്? നിങ്ങളുടെ സ്കൂളിൽ ഹെൽത്ത് ക്ലബിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ നടത്താറുള്ളത് എന്നുള്ളതിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നോക്കൂ, ഈ നന്ദപുരം LP സ്കൂളിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. ഇത് എഴുതുക. അതിന് പുറമെ നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതും കൂടി എഴുതുക. ഞാൻ എൻ്റെ സ്കൂളിൽ നടത്തിയ കുറച്ച് പ്രവർത്തനങ്ങൾ കാണിച്ചു തരാം. ഏകദേശം അതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കേട്ടോ, എന്നാലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചപ്പ് ചവറുകൾ നിക്ഷേപിക്കുക, സ്കൂളും പരിസരത്തും കുട്ടകൾ സ്ഥാപിക്കുക, ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക, ശുചിത്വ സർവേ സംഘടിപ്പിക്കുക, ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിക്കുക, ഇത് പുതിയതാണ്. ബോധവൽക്കരണ പോസ്റ്റർ സ്ഥാപിക്കുക, ക്ലാസ്സുകളിൽ ആരോഗ്യ ചാർട്ടുകൾ സ്ഥാപിക്കുക, വ്യായാമ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക, സ്കൂളും പരിസരവും ദിവസവും വൃത്തിയാക്കുക. ഓക്കെ, എല്ലാ ദിവസവും വൃത്തിയാക്കും. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, ആരോഗ്യ പതിപ്പ് നിർമ്മാണം നടത്തുക, സ്കൂൾ അസംബ്ലിയിൽ ശുചിത്വ സന്ദേശ പ്രസംഗം നടത്തുക. ഇതൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ നടക്കാറുണ്ട്. നിങ്ങളുടെ സ്കൂളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി പൂർത്തിയാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതാണ് പ്രവർത്തനം. ഇനി താഴേക്ക് വരെ പോസ്റ്റർ നിർമ്മിക്കാം. നന്ദപുരം ഗവൺമെന്റ് LP സ്കൂളിലെ കൂട്ടുകാർ നിർമ്മിച്ച ചില പോസ്റ്ററുകൾ നോക്കൂ. ഇതുപോലെ സ്കൂളിലും പരിസരങ്ങളിലും പതിക്കാൻ പോസ്റ്ററുകൾ തയ്യാറാക്കൂ എന്നാണ്. നമുക്കൊരു പോസ്റ്ററിന്റെ മാതൃകയാണ്. ശുചിത്വ മഹത്വം, വൃത്തിശീലമാക്കൂ, രോഗം ഒഴിവാക്കൂ, വൃത്തിയുള്ള നാട്, എന്റെ പരിസരം, വൃത്തിയുള്ള പരിസരം. ഇങ്ങനെയുള്ള ഒരു പോസ്റ്ററാണ്, ഒരു ഡിസൈൻ ചെയ്ത പോസ്റ്ററാണ് കുട്ടികൾ ഉണ്ടാക്കിയത്. ഇനി ഇതിന്റെ ഇംഗ്ലീഷ് നോക്കാം. ലെറ്റ്സ് മേക്ക് പോസ്റ്റേഴ്സ്. ഹാവ് എ ലുക്ക് അറ്റ് സം ഓഫ് പോസ്റ്റേഴ്സ് മെയ്ഡ് ബൈ ഫ്രണ്ട്സ് അറ്റ് ഗവൺമെന്റ് LP സ്കൂൾ നന്ദപുരം. ആ ഗവൺമെന്റ് LP സ്കൂൾ നന്ദപുരത്തെ സ്കൂളിലെ കുട്ടികൾ തന്നെ കുറച്ച് പോസ്റ്റർ ഉണ്ടാക്കി. പ്രിപ്പയർ പോസ്റ്റേഴ്സ് ലൈക്ക് ദിസ് ടു പേസ്റ്റ് ഇൻ യുവർ സ്കൂൾ ആൻഡ് സറൗണ്ടിങ്സ്. സ്കൂളും പരിസരത്തും ഒട്ടിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ നിർമ്മിക്കാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമുക്കറിയാം അല്ലെ. അതിന് ചിത്രങ്ങൾ വേണം, ഇതേപോലെ ഹെഡിങ് വേണം, സബ് ഹെഡിങ് വേണം. ഇതിൽ തന്നെ നമുക്ക് ആശയം മനസ്സിലാക്കും പെട്ടെന്ന്. എന്താണ് ഈ സർവേ കൊണ്ട്, എന്താണ് ഈ പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ പെട്ടെന്ന് ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയും അല്ലെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കണം പോസ്റ്റർ. ആകർഷണീയമാകണം ഒക്കെ പറഞ്ഞിരുന്നു, ലേ ഔട്ട് നന്നാകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിലേക്ക് വെക്കാൻ കുറച്ച് വാക്കുകൾ, കുറച്ച് പോസ്റ്റർ വാക്യങ്ങൾ ഞാൻ തരാം. നോക്കൂ, എത്തരത്തിലുള്ള കുറച്ച് പോസ്റ്റർ വാക്യങ്ങളാണ്. ശുചിത്വ നാട്, സുന്ദര നാട്, ആരോഗ്യമുള്ള നാടിന്റെ സമ്പത്ത്, വൃത്തിയുണ്ടെങ്കിൽ രോഗം അകലെ, ശുചിത്വ നാടൊരുക്കാൻ വൃത്തിയോട് കൂട്ടുകൂടാം, എന്റെ നാട് ശുചിത്വ നാട്, വൃത്തിയുടെ ശക്തി തിരിച്ചറിയുക. നോക്കൂ, ഇതൊക്കെ അങ്ങനെ പോസ്റ്ററുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് വാക്യങ്ങളാണ്. ഇതിന്റെ സബ് വാക്യങ്ങളൊക്കെ കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരമുള്ള പോസ്റ്റർ നിർമ്മാണത്തിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. ഓക്കെ, ഇനി താഴേക്ക് വന്ന വാർത്തകൾ. പത്രങ്ങളിൽ വരാറുള്ള ചില വാർത്തകളുടെ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ. എന്താ? എലിപ്പനി പടരുന്നു, ജനങ്ങൾ ഭീതിയിൽ.
ചിക്കൻ ഗുനിയ, ആശുപത്രികളിൽ വൻ തിരക്ക്, റോഡരികിലെ മാലിന്യം, യാത്രക്കാർ ദുരിതത്തിൽ. ഇത്തരം വാർത്തകൾ വരാൻ കാരണം എന്താണ്? ഇതൊക്കെ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ കൊളാശാക്കി ഒട്ടിച്ച്, എന്താ ടീച്ചർ കൊളാശ് എന്ന് സൂചിപ്പിച്ചിരുന്നത് അല്ലെ? പത്രവാർത്തകളിൽ വെട്ടി ഒരു മനോഹരമായ രീതിയിൽ ഒട്ടിക്കുന്നതിനെയാണ് കൊളാശ് എന്ന് പറയാം. ഇത്തരം വാർത്തകൾ വരാൻ കാരണം എന്താണ്? കാരണം പറയുന്നുണ്ട് കേട്ടോ. ശുചിത്വമുള്ള ഒരു നാട്ടിൽ നിന്ന് ഇത്തരം വാർത്തകൾ ഉണ്ടാകുമോ? നമ്മുടെ നാട്ടിൽ ഇത്തരം വാർത്തകൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് ശ്രദ്ധിക്കേണ്ടതൊക്കെ നാം ഓരോരുത്തരും ശുചിത്വം പാലിക്കണം, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം, പൊതുസ്ഥലങ്ങളിൽ ശുചിത്വം പാലിക്കണം, ആരോഗ്യ ബോധവൽക്കരണം നൽകണം. ഓക്കെ, ഇനി നോക്കൂ, അവസാനം അങ്ങനെയൊക്കെ നൽകി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന എന്താ സംഗതി? ഇവിടെയും രക്ഷയില്ല, ഈ നാടും വൃത്തിയിലേക്ക് മാറി. ആരാ? എലിയമ്മാവനാ പറഞ്ഞത്. വൃത്തിയില്ലാത്തൊരു നാട് ഇനി എവിടെയെങ്കിലും ഉണ്ടാകുമോ? കൊതുകമ്മാവനാണ് പറഞ്ഞത്. നാട് മുഴുവൻ ശുചിത്വ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു, നമുക്കിനി രക്ഷയില്ല, ഈച്ചയാണ്, ഫ്ലൈ ആണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ എന്ത് ചെയ്യൂല, വരൂല. ഓക്കെ, ഇതിന്റെ മലയാളാണിത്. ഇത് ഇംഗ്ലീഷില് താഴേക്ക് വന്ന ന്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. Look at some headlines that appear in newspapers. Rat fever spreads, people in panic. Okay, chikungunya, heavy rush in hospitals, ഭയങ്കര തിരക്ക്. റോഡ് സൈഡ് ഗാർബേജ്, ട്രാവലേഴ്സ് ഇൻ ഡിഫിക്കൽട്ടി, അല്ലെ? ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നത് ചവറ് കൂട്ടിയിട്ടിട്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ സച്ച് ന്യൂസ് കമ്മിങ് അപ്പ്? ഇത്തരത്തിലുള്ള ന്യൂസ് വരാൻ കാരണം എന്താണ്? വിൽ സച്ച് ന്യൂസ് കം ഫ്രം ഹൈജനിക് പ്ലേസസ്? നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള ന്യൂസുകൾ വരുമോ? വാട്ട് ഓൾ മസ്റ്റ് ബി ടേക്കൺ കെയർ ഓഫ് ടു പ്രിവെന്റ് സച്ച് ന്യൂസ് കമ്മിങ് അപ്പ് ഇൻ അവർ ലാൻഡ്? നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ന്യൂസുകൾ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഈച്ച് ഓഫ് അസ് മസ്റ്റ് മെയിൻറ്റെയിൻ ക്ലീൻനെസ്. ക്ലിയർ ആണ്? ഓരോരുത്തരും വൃത്തി സൂക്ഷിക്കണം. ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ് മസ്റ്റ് ബി കെപ്റ്റ് ക്ലീൻ. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ഹൈജീൻ മസ്റ്റ് ബി ഒബ്സർവ്ഡ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിൽ എന്ത് വൃത്തിയായി സൂക്ഷിക്കണം. ഹെൽത്ത് അവയർനെസ് ക്യാമ്പയിൻ ഷുഡ് ബി കണ്ടക്റ്റഡ്. ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ ഇടക്കിടക്ക് നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ നോ വേ ഹിയർ ടു, ദിസ് ലാൻഡ് ഈസ് ഓൾസോ മൂവിങ് ടുവാർഡ്സ് ഹൈജീൻ. ഓക്കെ, വിൽ ദർ എനി പ്ലേസ് വിത്തൗട്ട് ഹൈജീൻ? വൃത്തിയില്ലാത്ത ഏതെങ്കിലും സ്ഥലം ലോകത്തുണ്ടോ എന്നാ ചോദിക്കുന്നത്. പ്രോഗ്രാംസ് ഓൺ ഹൈജീൻ ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ഓൾ ഓവർ, നോ വേ ഫോർ അസ് എനി മോർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജീവിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലേ? ഇനി അടുത്തത് താഴേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ നോക്കൂ, വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ച് നാം ജീവിച്ചാൽ നമ്മുടെ നാടും വൃത്തിയുള്ളതാകും. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ട് എന്റെ നാട് ശുചിത്വ നാട് എന്ന് പറയുന്ന ഒരു ബാനർ ഈ കുട്ടികൾ ഇങ്ങനെ പിടിച്ചതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ പഠനനേട്ടങ്ങളൊക്കെ പറയുന്നുണ്ട്, കൂട്ടുകാർ അത് വായിച്ചു നോക്കണം. ഇംഗ്ലീഷിൽ ലാസ്റ്റ് ഇങ്ങോട്ട് താഴെ വരികയാണെങ്കിൽ our place will also become clean if we live observing personal hygiene and environmental hygiene. Let us put our head together for that. Okay, അപ്പൊ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, നാട് വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ, വീടും പരിസരവും നമ്മുടെ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഒക്കെ കൃത്യമായി നമ്മൾ ആചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ നിന്നും മാറാവ്യാധികളും രോഗം പകർത്തുന്ന ജീവികളൊക്കെ ഇല്ലാതെയായി പോകും. ഡ്രൈ ഡേ ആചരിക്കുന്നതും മറ്റൊക്കെ നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞു. പേഴ്സണൽ ഹൈജീനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കൂട്ടുകാരെ, 4 ഭാഗങ്ങളായി ഈ പാഠഭാഗത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റായി നൽകാം. നിങ്ങൾ ഈ പാഠം കഴിഞ്ഞാലും മറ്റ് പാഠങ്ങളുടെ ഒക്കെ എല്ലാ വിശദ വിവരങ്ങളും പ്രൈമറി സ്കൂൾ ചാനൽ എല്ലാ ക്ലാസ്സിന്റെയും എല്ലാ വിഷയങ്ങളുടെയും ഓരോരോ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് തന്നെ സമയാസമയങ്ങളിൽ കൊടുക്കും. കൂട്ടുകാരെ അത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി, സ്കൂൾ തുറന്നതാണ്, കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ഈ പ്രൈമറി സ്കൂൾ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കണം. അവരുടെ പ്രൈമറി സ്കൂൾ ചാനൽ സന്ദർശിക്കാൻ പറയണം. ഓക്കെ, പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.